ഹായ്, ദിസ് ഈസ് മോളിവുഡ് പാൽ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പൊതുവെ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ പണിയുള്ളൊരു പരിപാടിയാണല്ലോ. ചിലർക്ക് സിനിമകൾ ഡയറക്റ്റ് ചെയ്യാനാവും താല്പര്യം, ചിലർക്ക് അഭിനയിക്കാനാവും. അങ്ങനെ അഭിനയ താല്പര്യം കൊണ്ട് സിനിമയിൽ വന്ന് നല്ലൊരു ട്രേഡ് മാർക്ക് തന്നെ ഉണ്ടാക്കി എന്നിട്ട് സംവിധാന വശങ്ങളെ കുറിച്ച് പഠിച്ച് സിനിമ സംവിധാനം ചെയ്തവരെ കുറിച്ചാണ്, അതായത് നമ്മുടെ ലാലേട്ടൻ ബറോസ് ഒക്കെ എടുത്ത പോലെ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതിപ്പോ ആദ്യത്തെ ഒരു ട്രൈ ആയിരുന്നു. ഇനിയും നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ലാലേട്ടൻ സംവിധാനത്തിൽ കൂടി കഴിവ് തെളിയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ജഗതി ശ്രീകുമാർ നമ്മളെ ഒട്ടേറെ ചിരിപ്പിച്ച മലയാള സിനിമയുടെ ഒരു പൊൻതൂരാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ജഗതി ശ്രീകുമാർ. നമ്മളൊക്കെ കൂടുതലും റീവാച്ച് ചെയ്യുന്ന സിനിമകളിൽ അദ്ദേഹത്തിന്റെ പ്രസൻസും പെർഫോമൻസും ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ചിരിയുടെ ഒരു അർത്ഥം എന്ന് പറയുന്നത് സിനിമയിൽ അമ്പിളിച്ചേട്ടൻ ആണ്. കമൽഹാസന്റെ 1974 കന്യാകുമാരി എന്ന സിനിമയിലാണ് ആദ്യമായി ജഗതി ചേട്ടൻ അഭിനയിക്കുന്നത്. ഒരു ചെറിയ റോളായിരുന്നു അത്. പക്ഷെ ഇതുവരെ 1000-ലേറെ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം 2 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 1989 സുരേഷ് ഗോപിയെ നായകനാക്കിയിട്ടുള്ള അന്നക്കുട്ടി കോടമ്പാകം വിളിക്കുന്നു എന്ന സിനിമയും, പിന്നീട് 1997 ഇന്നസെന്റ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണുണ്ണികൾ എന്ന സിനിമയും, ഈ സിനിമയിൽ തന്നെ ഒരു റോളും ജഗതി ചെയ്തിട്ടുണ്ട്. ഈ 2 സിനിമകളും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയത്. കല്യാണുണ്ണികൾ എന്ന സിനിമയുടെ കോമഡി ഒട്ടുമിക്ക പ്രേക്ഷകർക്കും വർക്കായതായിരുന്നു അന്ന്. ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വലക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെൽക്കം ബാക്ക് സർ. കൊച്ചിൻ ഹനീഫ, ഐ ട്രൂലി ബിലീവ് ദാറ്റ് we didn't get the full potential of him. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം ബേക്കാനിന് മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ. ഇഫ് അദ്ദേഹം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കൊമേഡിയനോ, അല്ലെങ്കിൽ കൂടുതൽ സീരിയസ് റോളുകളിലോ സുരാജിനെ പോലെ അല്ലെങ്കിൽ ജഗദീഷിനെ പോലെയോ തിളങ്ങിയാൻ. 300-ൽ കൂടുതൽ മലയാളം സിനിമകളിലും 80-ലധികം തമിഴ് സിനിമകളിലും അഭിനയിച്ച അദ്ദേഹം മൾട്ടി ടാലന്റഡ് എന്ന വാക്ക് 100% ആപ്റ്റാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം. പിന്നീട് വില്ലൻ റോളുകളിൽ തുടങ്ങി ഒരു മേജർ കൊമേഡിയനായി തിരക്കഥകൾ എഴുതി പിന്നീട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം 6ഓളം മലയാള സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ, ഏറെ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് മമ്മൂക്കാനെ നായകനാക്കിയ വാത്സല്യം സിനിമ കണ്ടവർക്കറിയാം അതിലെ എല്ലാ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ്. ശരിക്കും ഒരു നാട്ടിൻപുറത്ത് ഒരു ക്യാമറ വെച്ച് അവരുടെ ജീവിതം പകർത്തിയാൽ എങ്ങനെയായിരിക്കും ഇരിക്കുക, അത് തന്നെയാണ് ആ സിനിമയിലും കാണുന്നത്. അത്രയും നല്ല പെർഫോമൻസ് ഒരു ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള കഴിവ് മൊത്തം ഉള്ളത് ഒരു ഡയറക്ടർക്കാണ്. സോ ഹി വാസ് എ ഗുഡ് ഡയറക്ടർ. പിന്നെ ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മക്ക് ഒരു സന്ദേശം കൂടി, പാടാത്ത തേനികൾ, പാസേ പറവികൾ, പകലിൽ പൗർണമി, ആൺകിളിയുടെ തേരാട്ട് എന്നീ സിനിമകളെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട്. തമിഴിലും അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പാസേ പറവികളൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഹിറ്റോ ഫ്ലോപ്പോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സിനിമകൾ തന്നെയായിരുന്നു അതെല്ലാം. ഇനിയാണ് ഈ ലിസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ഞാൻ പറയാൻ പോകുന്നത്, ശ്രീനിവാസൻ. ഗൈസ്, ഇവർക്കൊക്കെ എന്തോരം കഴിവല്ലേ! ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആക്ടിങ് എക്സിട്ര. ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. 50-ൽ കൂടുതൽ സിനിമകളിൽ തിരക്കഥ എഴുതിയ, 200-ലധികം സിനിമകളിൽ അഭിനയിച്ച ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമകളാണ് വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. സ്വയം ഒരു തിരക്കഥ എഴുതി അത് താൻ തന്നെ സംവിധാനം ചെയ്ത് ആ സിനിമയിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആ സിനിമ ഹിറ്റടിപ്പിക്കുക എന്ന് പറയുന്നത് അതിനൊരു റേഞ്ച് തന്നെ വേണമല്ലേ. ഇനി നമുക്ക് ആ ഇറ തന്നെ ഒന്ന് വിടാം. മലയാള സിനിമക്ക് മാറ്റം സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ മലയാള സിനിമ മാറി, അഥവാ ചാപ്പാക്കുരിശും 22 ഫീമെയിൽ കോട്ടയൊക്കെ റിലീസ് ആയതിനു ശേഷം ആഷിഖ് അബുവിൻ്റെ 5 സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പണിയെടുത്ത 2011 ആഷിഖ് അബു തന്നെ സംവിധാനം ചെയ്ത സിനിമയിലാണ് ആദ്യമായി ഒരു സീൻ അഭിനയിക്കുന്നത് പോലും. അതിലൊരു സീനും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ദിലീഷ് പോത്തനെ കുറിച്ചാണ്. അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച ശേഷമാണ് ആദ്യമായി ഫഹദിനെ നായകനാക്കി മഹേഷിന്റെ പ്രതികാരം സംവിധാനം ചെയ്യുന്നത്. ഐ സ്റ്റിൽ ലവ് ദാറ്റ് മൂവി. അതിലെ ഡീറ്റെയിലിങ്ങും റെഫറൻസുകളൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുപിടിക്കുന്ന ഒന്നാണ്. ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവിക്ക് തന്നെ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡും ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും പോത്തേട്ടന് കിട്ടിയിരുന്നു. അതിനുശേഷം അടുത്ത വർഷം തന്നെ 2017 ഫഹദിനെ വെച്ച് തന്നെ തൊണ്ടിമുതൽ ചെയ്തു. പിന്നെ ഫഹദിനെ നായകനാക്കി തന്നെ OTTയിൽ റിലീസ് ചെയ്ത ജോജിയും. ഈ 3 സിനിമകളും ഇഷ്ടപ്പെടുന്നവരും റീവാച്ച് ചെയ്യുന്നവരും ഇപ്പോഴുമുണ്ട്. ഞാൻ ആ കാറ്റഗറി. And I know the chemistry.
അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മിക്ക പേരും വിചാരിക്കാത്ത ഒരാളാണ്. മോളിവുഡിന്റെ മസിൽ മാൻ ബാബുരാജ്. മായാമോഹിനി, ഹണി ബി, സോൾട്ട് പെപ്പർ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന സിനിമകൾ. എന്നാൽ 3 സിനിമകൾ സംവിധാനം കൂടി ചെയ്ത ആളാണ് ബാബുരാജ്. ആദ്യത്തേത് ബ്ലാക്ക് കോഫി സ്റ്റാറിംഗ് ബാബുരാജ്, പിന്നെ ബ്ലാക്ക് ഡാലിയ സ്റ്റാറിംഗ് സുരേഷ് ഗോപി, ആൻഡ് പൃഥ്വിരാജിനെ നായകനാക്കി 2021 മനുഷ്യമൃഗം. 3 ശ്രമങ്ങളും പാളി. IMDbയിലെ റേറ്റിംഗ് പോലും 3 സിനിമകൾക്കും 4-ൽ കുറവാണ്. ഇനിയും ഒരു അറ്റംപ്റ്റിൽ നല്ലൊരു സിനിമ ചെയ്യാൻ കഴിയട്ടെ അല്ലേ? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. കലാഭവൻ ഷാജോൺ ഒരു മിമിക്രി ആർട്ടിസ്റ്റായി വന്ന് ഇതുവരെ 150ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് ത്രൂ ആയത് ദൃശ്യത്തിലെ വില്ലൻ റോളാണ്. ഇതിനൊക്കെ ശേഷം 2019 പൃഥ്വിരാജിനെയും ഐശ്വര്യലക്ഷ്മിയെയും മഡോണ സെബാസ്റ്റ്യനെയും മിയയും അങ്ങനെ കുറെ പേർ, ഡയറക്ടറായ ഷാജോൺ വരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്ത സിനിമയാണ് ബ്രദേഴ്സ് ഡേ. ഒരു ഓക്കെ പടം. നമുക്കിനി പൃഥ്വിരാജിനെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ L3 വേണ്ടി കാത്തിരിക്കാം. L3 കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന പോലെ പടം മുഴുവൻ ഒരു സ്റ്റീഫന്റെ എവല്യൂഷൻ സ്റ്റേറ്റ് കാണിക്കുകയാവില്ല. ഒരു 30% പ്രണവിന്റെ പോർഷൻസ് തന്നെ ആവും. എന്നാലും ബാക്കി 70% ചൈനയിലെ ഗാങ് വാറും മെഗാ ഫൈറ്റ് സീക്വൻസുകളും ആകുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്ന് കമന്റ് ചെയ്യൂ. ആൻഡ് ഇനി രമേശ് പിഷാരടി. സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സിൽ കുറേ സിനിമകൾ ചെയ്ത് ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ ശ്രദ്ധേയനായതാണ് പിഷാരടി. അങ്ങനെ ആൾ ആദ്യം ജയറാമേട്ടനെ വെച്ച് നല്ലൊരു സിനിമ എടുത്തു. നമ്മൾ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാകും പഞ്ചവർണ്ണ തത്ത. ഒരു യുണീക്ക് പ്ലോട്ട് തന്നെയായിരുന്നു സിനിമക്ക്. ചാക്കോച്ചനും നല്ലൊരു കഥാപാത്രം ഉണ്ട് ആ സിനിമയിൽ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമയൊന്ന് കണ്ടു നോക്കൂ, നല്ലൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം മമ്മൂക്കാനെ വെച്ച് മറ്റൊരു സിനിമ കൂടി, ഗാനഗന്ധർവൻ. അത് പക്ഷെ അത്രക്ക് അങ്ങോട്ട് മികച്ചതായില്ല. ടു ബി ഹോണസ്റ്റ്, പഞ്ചവർണ്ണ തത്തയേക്കാൾ 1-2 അതിലധികമോ പടി താഴെയാണ് ഗാനഗന്ധർവൻ. ജോജു ജോർജിനെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ പറയാവുന്നതാണ്. പക്ഷെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ എടുത്തു പറയുന്നില്ല. എന്തായാലും പണി 2 ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. 10-ൽ കൂടുതൽ വർഷം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ലെവലിലേക്ക് എത്തിയത്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. എന്തായാലും ഭാവിയിൽ ഇതുപോലെ ഇനിയും ഇപ്പോഴും സ്റ്റാർസോ സപ്പോർട്ടിങ് ആക്ടേഴ്സോ ആയിട്ടുള്ള നല്ല ആക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡയറക്ടർ ആൻഡ് ആളുടെ മൂവി ഏതാണെന്നൊന്ന് കമൻറ്റിലൂടെ പറയൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഓക്കെ ബൈ.